എൻ്റെ എക്സ്പീരിയൻസ് കാരണം നമ്മളെ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണ് ഉം. എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ആൻസർ കൊടുക്കരുത്. എൻ്റെ എക്സ്പീരിയൻസ് പറയണേ, ഞാൻ ശിവനെ ഒട്ടും മാനിക്കുന്നുള്ളതല്ലായിരുന്നു. ഉം. ശിവനെ ഉൾട്ടാ നമ്മൾ ഇത് പറയാ, ഈ ശിവൻ എന്താ ശിവലിംഗോ എന്നുള്ളൊരു രൂപത്തിലുള്ള അപമാനം ഞാൻ ചെയ്തിരുന്നവള്. ശിവനെ എന്നെ അത്രയും സ്നേഹത്തിൽ എന്നെ അങ്ങനെയാക്കി ഇനി മരിക്കുന്നവരെ പോകണം എന്നുള്ളൊരു സത്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ. എങ്ങനെ പോവുക, എന്താ ചെയ്യുക, മാല വെക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കേണ്ടി വരുമോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ ആരുടെ നിന്നാ കടം വാങ്ങുക, അവർ പറയും കടം വാങ്ങിയിട്ട് എന്തിനാ ഭഗവാനെ കാണാൻ പോകണം. അപ്പോൾ പക്ഷേ എന്നാലും ആ സമയത്ത് സ്വന്തം പൈസ വരും. ആ കൈലാസം കണ്ടാൽ തന്നെ എല്ലാവരും കരയും. സത്യാവസ്ഥ അവരുടെ തെറ്റിദ്ധാരണ. ഒന്നുമില്ല, ഞാൻ പറയില്ലേ, ഇപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നമ്മൾ ചോറ്റാനിക്കര പോയി വരുമ്പോൾ നമുക്ക് വരാം, ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, എക്സാമ്പിൾ ഇതാണ്. ഞാൻ 26 തവണ പോയിട്ട് എനിക്ക് കയ്യിന് പ്രശ്നമില്ല, കാലിന് പ്രശ്നം. ഉൾട്ടാ ഞാൻ എൻ്റെ കമറിലൊരു പ്രശ്നമുണ്ട്, ഇടുപ്പ് വേദന. ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് ഇടുപ്പ് വേദനയുണ്ട്. ഡോക്ടർ പറയും ഒരിക്കലും കൈലാസയാത്ര പോകരുത്, ഇനി ഒരിക്കലും വൈഷ്ണോദേവിയിൽ പോകരുത്, മല കയറരുത്. ഞാൻ അതേ ചെയ്യൂ. ഇപ്പൊ 26 തവണ കൈലാസത്തിൽ പോയി, ഈ ഒരു അനുഭവത്തിനെ ഒരൊറ്റ വാക്കിലെ പറയാൻ പറഞ്ഞ മാം എങ്ങനെയായിരിക്കും ഒന്ന് വിശദീകരിക്കുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഇതേ ഉദ്ദേശിച്ചു പറയാനുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് കാരണം നമ്മളെ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ആൻസർ കൊടുക്കരുത്. നമ്മൾ അവരെ നല്ല നിലയ്ക്ക് സംസാരിച്ച് നല്ല ഇത് കാണിച്ച് അവരെ എൻ്റെ എക്സ്പീരിയൻസ് പറയണേ, ഞാൻ ശിവനെ ഒട്ടും മാനിക്കുന്നുള്ളതല്ലായിരുന്നു. ശിവനെ ഉൾട്ടാ നമ്മൾ ഇത് പറയാ, ഈ ശിവൻ എന്താ ശിവലിംഗോ എന്നുള്ളൊരു രൂപത്തിലുള്ള അപമാനം ഞാൻ ചെയ്തിരുന്നവള്. ശിവനെ എന്നെ അത്രയും സ്നേഹത്തിൽ എന്നെ അങ്ങനെയാക്കി ഇനി മരിക്കുന്നവരെ പോകണം എന്നുള്ളൊരു സത്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 50,000 ഉറുപ്പ്യ ചെലവുണ്ടായിരുന്നു. 50 ആയിരുന്നു, പിന്നെ 75 ആയി, പിന്നെ 90 ആയി, പിന്നെ 1 ആയി, 110, 150, 175 ലൈക്ക് ദാറ്റ്. ഇപ്പോൾ 2.5 എടുക്കണത്. പക്ഷേ നമ്മൾ പോകണ 4 പ്രൈവറ്റിൽ 2 ഒരേപോലെ ആയി ഇപ്പോൾ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കും 2.5 ലക്ഷം എവിടുന്നാ വരിക, നമ്മൾ ആ പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എവിടുന്നാ വരിക എന്നറിയില്ല നമ്മളുടെ കയ്യിൽ പൈസ. എനിക്ക് അങ്ങനെയും ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെ പോവുക, എന്താ ചെയ്യുക, മാല വെക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കേണ്ടി വരുമോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ ആരുടെ നിന്നാ കടം വാങ്ങുക, അവർ പറയും കടം വാങ്ങിയിട്ട് എന്തിനാ ഭഗവാനെ കാണാൻ പോകണം. അപ്പോൾ പക്ഷേ എന്നാലും ആ സമയത്ത് സ്വന്തം പൈസ വരും. നല്ല എക്സ്പീരിയൻസ് ആണത്. ഭഗവാൻ കൊണ്ടുപോകും. പിന്നെ പോയിട്ട് എനിക്ക് യാതൊരു അപകടവും ഉണ്ടായിട്ടില്ല. അവിടെ പോയാൽ നോക്കൂ, ആൾക്കാർ ഓക്സിജൻ കമ്മി കാരണം ആൾക്കാരുടെ ജീവനും പോകാൻ സാധ്യതയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഒക്കെ കുറച്ച് നന്നായി വന്നു. ചൈന ഒളിമ്പിക്സ് കഴിഞ്ഞു, 2010 എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ശേഷം രാസ്തയൊക്കെ നന്നായി, വഴിയൊക്കെ നന്നായി, പിന്നെ അവിടെ താമസിക്കാനും ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ശിവഭക്തനാണ്. അപ്പോൾ ഗുജറാത്തിലൊക്കെ CM ആയിരിക്കുന്ന സമയത്ത് കൈലാഷ യാത്രകളെ അയക്കാനും അവരെ സൽക്കരിക്കാനും മൂപ്പർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കാരണം അത് കാരണമാണ് ഇപ്പോൾ ഈ 2025 പോകാൻ പറ്റിയത്. അവർ ചൈനയിൽ പോയി സംസാരിച്ച് എല്ലാം ശരിയാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങി. ആദ്യമായിട്ട് എന്നാണ് കൈലാസത്തിൽ പോകുന്നത്? 1995 ഞാൻ പോയത്. അന്ന് എനിക്ക് 34 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഞാൻ പറയാം, ഞാൻ കൈലാസത്തിൽ പോകുക പറഞ്ഞ ഒരു ട്രാക്കിങ്ങിന് വേണ്ടി പോയതാണ്. ആ ട്രാക്കിങ്ങിൽ പോയിട്ടാണ് എന്നെ ശിവൻ പിടിച്ചത്. ആ ഒരു ദർശനം നമ്മളുടെ കിട്ടിയതാണ്. അതിലെനിക്ക് മനസ്സ് നിറഞ്ഞില്ല. അത് കാരണം അതേ കൊല്ലം വന്ന് തിരിച്ച് പ്രൈവറ്റിൽ പോയി. അങ്ങനെ ഒരു 3-4 വർഷം ഞാൻ ഒരു തവണ ഗവൺമെൻറ് ടൂറിൽ പോവും, ഒരു തവണ പ്രൈവറ്റ് ടൂറിൽ പോകും. അവിടെ ചെന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഉള്ളതും അല്ലെങ്കിൽ ഈ 26 തവണ പോയപ്പോഴായിക്കോട്ടെ, അവിടെ കാലുകുത്തിയ കൈലാസത്തിന് മുമ്പിൽ എത്തുമ്പോൾ മാം വിഷ്വലൈസ് ചെയ്യുന്നത് എന്താ?
നമ്മൾ പറയാം, നമ്മൾ ആദ്യം പോകുന്നത് മാനസരോവരം തടത്തിലാണ്. ആ മാനസരോവരം ദൂരത്തുനിന്ന് കാണാം. അത് കണ്ടാൽ തന്നെ നമ്മൾ ചിലർ ആ ഒരു ഫീലിങ്സ് ആണ് കരയാൻ തുടങ്ങും. പിന്നെ മാനസരോവരം തന്നെ നമുക്ക് കൈലാസം കാണാം. തടത്തുന്ന 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എങ്കിലും കൂടെ ആ കൈലാസം കണ്ടാൽ തന്നെ എല്ലാവരും കരയും, എത്ര സ്ട്രോങ് ആയാലും കരയും. അപ്പോൾ മാനസരോവർ കാണിക്കും. മാനസരോവറിൻ്റെ അടുത്ത് രാക്ഷസ്ഥൽ, രാവണൻ ഉണ്ടാക്കിയ ഇതാണ്. മാനസരോവർ പോലെ തന്നെ അത്രേ വിസ്താരമുള്ള ഒരു നദിയാണ് രാക്ഷസ്ഥൽ. അതിൽ നമ്മൾ ടച്ച് ചെയ്യില്ല. പിന്നെ മാനസരോവറിൻ്റെ ജൽ എന്ന് പറഞ്ഞാൽ അത് അന്ന് പണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് 3 ദിവസം പരിക്രമ ചെയ്യണം കാലും കൊണ്ട്. വണ്ടി പോവില്ലായിരുന്നു. 3 ദിവസവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹട്ട് ഉണ്ടാവും. അത് ചൈനീസിൻ്റെ മഡ് ഹൗസാണ്, അതിൽ താമസിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈലാസത്തിൽ പോവുക. ആ മാനസരോവറിൽ തടത്തിൽ ആ നടക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അവിടെ എത്താറുണ്ട്. കണ്ണടച്ചാൽ ഞാൻ അവിടെ എത്തും. പിന്നെ മാനസരോവറിൽ എങ്ങനെയാണ് നടക്കുന്നത്, ആ വെയിലും ആ മണലും പിന്നെ ഇടയ്ക്ക് കുളിക്കുക, അങ്ങനെയുള്ള നല്ലൊരു, അത് പറയാൻ പറ്റില്ല അതിൻ്റെ സുഖം. അത് കഴിഞ്ഞ് 3 ദിവസത്തിൻ്റെ പരിക്രമ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈലാസത്ത് പോകും. അവിടുന്ന് 30 കിലോമീറ്ററാണ്, അവിടെ 30-40 കിലോമീറ്ററാണ് കൈലാസ് പർവ്വതം. അപ്പോൾ പിന്നെ മാനസരോവറിലെ രാത്രി ഞങ്ങൾ വൈകിട്ട് പോയിരിക്കും. അപ്പോൾ കുളിക്കാനൊരു സമയമുണ്ട്. സണ്ണ് ഉള്ള സമയത്തേ നമ്മൾ കുളിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളം നല്ല തണുപ്പായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് 5 മണി കഴിഞ്ഞാൽ അതിൻ്റെ ആ വേവ് അധികമാവും, അപ്പോൾ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൺറൈസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മയിൽപ്പീലി പോലുള്ള വെള്ളമാണ് കാണാം, അലകലകലകല കളറിൽ, ചുവപ്പ്, നീല, പച്ച, ലൈക്ക് അങ്ങനെ ശരിക്കൊരു മഴവില്ലിൻ്റെ രീതിയിലാണ് നമ്മൾക്ക് വെള്ളം കാണാൻ പറ്റുക. പിന്നെ അതിൽ ബതക്കുണ്ട്, സ്വർണ്ണമുട്ട തരുന്ന അങ്ങനെ ഒരു ഇത്. ഓം എന്ന് നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ ഓം എന്ന് അവിടുന്ന് പറയും. 2 അരയന്നങ്ങൾ അവര് പറയും. നമ്മൾ ഓം എന്ന് പറയും, അവിടുന്ന് ഓം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് റിപ്ലൈ തരും. പിന്നെ അവിടെ കുളിക്കാൻ നമ്മൾക്ക് ഇത്ര വരെ വെള്ളത്തിൽ, അരവര വെള്ളത്തിൽ നമുക്ക് പോവാം. ഞാനതിൽ പണ്ട് നീന്തിയിട്ടുമുണ്ട്. പിന്നെ നമുക്ക് അന്നൊന്നും ഇത്ര റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല, കുളിക്കരുത്, വെള്ളം തൊടരുത്, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാല് തൊട്ട് വെക്കും. അമ്മ ഗംഗ അല്ലേ, അമ്മ എന്നെ കുളിപ്പിക്കണേ, ഞാൻ മാപ്പ് ചോദിക്കണു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് സണ്ണിന് ജൽ ചടായിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കുളിക്കാൻ പറഞ്ഞാൽ സോപ്പൊന്നും യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ മുങ്ങിയിട്ട് വരാം. അത് എത്ര വേണമെങ്കിലും മുങ്ങാം. അവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ അങ്ങനെ മഗ് എടുത്തിട്ട് വെള്ളം ഒഴിക്കും, പക്ഷേ നമ്മളൊക്കെ മുങ്ങി കുളിക്കും. കുറേ തവണ മുങ്ങി കുളിക്കും. ഇപ്പം അതവർ നിർത്തി, ചൈനക്കാരൻ. അത് കഴിഞ്ഞാൽ പിന്നെ കൈലാസത്ത് പോവും. കൈലാസത്തിൽ ദാർച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളുടെ ഫസ്റ്റ് ടൈം നമ്മളുടെ താമസിക്കേണ്ട സ്ഥലം. അവിടെയൊക്കെ മഡ് ഹൗസ് ആയിരുന്നു അന്നൊക്കെ, പക്ഷെ ഇപ്പൊ നല്ല നല്ല ഹോട്ടലുകൾ വന്നിട്ടുണ്ട്, നല്ല നല്ല താമസമാണ്. ഇപ്പോൾ ഒരാൾ പോകുമ്പോൾ അവർക്കൊരു കൈലാസ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി വരുന്നു എന്നുള്ള പോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തോന്നും. ഇപ്പം നമ്മളത് പറഞ്ഞാലും കൂടെ അവർ വിശ്വസിക്കില്ല, ഇത്ര നല്ല ഹോട്ടല്, ഇത്ര നല്ല ഭക്ഷണം, പിന്നെ ക്ലൈമറ്റ്, പിന്നെ ഭഗവാന്റെ മുകളിലാണ് നമ്മളെ എങ്ങനെ കൊണ്ടുപോകേണ്ടത്. മാം, ഇപ്പൊ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമുക്ക് കൈലാസത്തിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് പോയാൽ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഇതാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ അവരുടെ തെറ്റിദ്ധാരണ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നമ്മൾ ചോറ്റാനിക്കര പോയി വരുമ്പോൾ നമുക്ക് വരാം, ഒരു പ്രശ്നവുമില്ല. പണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി പോയിട്ടുണ്ട്, ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം നമ്മൾ വെറും ഭഗവാനെ മാത്രമേ കാണണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ്ലി പോവാം. പ്രൈവറ്റ്ലി ഇവിടുന്ന് കഠ്മണ്ഡു ബൈ ഫ്ലൈറ്റ്, അവിടുന്ന് ലാൻഡ് ക്രൂസർ അല്ലെങ്കിൽ ബസ്. 4ാമത്തെ ദിവസം നമ്മൾ മാനസരോവറിലെത്തുന്നു. അവിടെ എത്തിയിട്ട് ഇപ്പോൾ വലഞ്ചിട്ടിൽ നമ്മൾ കാലും കൊണ്ടല്ല, ഇപ്പോൾ വണ്ടിയിലാണ്, ഇറ്റ്സ് വെരി ഈസി. അത് കഴിഞ്ഞ് കൈലാസത്തിലെത്തുന്നു. കൈലാസത്തിൽ ഒന്നുമില്ല, നമ്മൾ ഇന്ത്യയിൽ നടക്കും പോലെ നടക്കാൻ പറ്റും, തണുപ്പുണ്ട്, അത്ര തന്നെ. കാശ്മീർ പോവാറില്ലയോ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് അതാണ്. നമ്മൾ കാശി പോകുമ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകും, വരുമോ ഇല്ലയോ അറിയില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ കൈലാസത്തിലും അവർ തിരിച്ചു വരുമോ, മരിക്കില്ലേ എന്നുള്ളത്, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക,
എക്സാമ്പിൾ ഇതാണ് ഞാൻ ഉം. 26 തവണ അതെ. പോയിട്ട് എനിക്ക് കയ്യിന് പ്രശ്നമില്ല, കാലിന് പ്രശ്നം. ഉൾട്ടാ ഞാൻ എൻ്റെ കമറിലൊരു പ്രശ്നമുണ്ട്, ഇടുപ്പ് വേദന. ആ, ആ. ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് ഇടുപ്പ് വേദനയുണ്ട്. ഓക്കെ. ഡോക്ടർ പറയും ഒരിക്കലും കൈലാസയാത്ര പോകരുത്, ഇനി ഒരിക്കലും വൈഷ്ണോദേവിയിൽ പോകരുത്, മല കയറരുത്. ഞാൻ അതേ ചെയ്യൂ. ഇത്തവണ 26-ൽ ഞാൻ 25-ൽ ഞാൻ പോയപ്പോൾ ആൾ ഓഫ് ദ സഡനാണ് പ്രോഗ്രാം ആയത്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് സമയം കിട്ടിയില്ല പാക്കിങ് ചെയ്യാൻ. സോക്സ് മുതൽ കണ്ട് കൊണ്ടുപോയിട്ടില്ല, വിൻഷീറ്റർ മുതൽ കണ്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഒരു സെറ്റർ കിട്ടി, അതെടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. എൻ്റെ കയ്യിൽ സോക്സ് ഇല്ല, വേറെ ഒരു സെറ്റർ ഉണ്ടായിരുന്നു, വിൻഷീറ്റർ ഇല്ല, ടോപ്പി ഇല്ല, ഒന്നുമില്ല. ഒരു ജൂത്ത ഉണ്ട് ബസ്, അത് മാത്രമേ ഷൂ ഇട്ടിട്ട് ഞാൻ പോയത്. തിരിച്ചു വന്നില്ലേ, ഒരസുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതെ. ഞാനതൊന്ന് അവരുടെ ആ തെറ്റിദ്ധാരണയൊന്ന് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതെ. ഞാൻ എന്ത് ചെയ്യും? അത് ഇല്ല, അതിനുള്ള എനിക്ക് തോന്നുന്നു ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് മാം. 26 തവണ പോയിട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് 19 തവണ ഇന്ത്യൻ ടൂറിലെ ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ത്രൂ ആണ് പോവുക. അതിന്റെ ത്രൂ പോയി. അതിൽ പ്രശ്നം ഇതാണെന്ന് വെച്ചാൽ മെഡിക്കൽ എടുക്കും. നമ്മളുടെ നെയിൽസും മുടിയല്ലാതെ ബാക്കി എല്ലാം മെഡിക്കൽ എടുക്കും. അപ്പോൾ അതിൽ പാസ്സാവണം. അതുണ്ട്, അതും ഭഗവാന്റെ കൃപയാണ്. ഒരു BP ഇല്ല, എനിക്കൊരു BP ഇല്ല, ഒരു ഷുഗർ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ TMT കൊടുക്കണം, അതിലും ഞാൻ കൊടുക്കും. 14 മിനിറ്റ് കണ്ടിന്യൂസ്ലി കൊടുക്കും. അപ്പോൾ ഇടുപ്പിൻ്റെ വേദനയുടെ അവർക്കൊന്നും അറിയില്ല. എനിക്കുണ്ട്, പക്ഷെ അവർക്കൊന്നും അറിയാൻ പോകില്ല. അങ്ങനെ പോകും. മെഡിക്കൽ ഇന്ന് വരെയും മെഡിക്കൽ അൺഫിറ്റ് ആയിട്ടില്ല. പ്രൈവറ്റ്ലി പോകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും പോവാം. നമ്മളുടെ ഒരു എയിമേ ഉള്ളൂ, ഭഗവാനെ കാണണം, ഭോലേനാഥിനെ കാണണം, മാനസരോവർ കാണണം. അവിടുത്തെ നാച്ചുറൽ, നമ്മൾ ഹിന്ദുസിന് നമ്മൾ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞാൽ, കൈലാസം എന്ന് പറഞ്ഞാൽ സാക്ഷാത്താ. ബാക്കി എല്ലാവിടെയും നമ്മൾ ഉണ്ടാക്കിയ മൂർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ഇപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക? ശിവലിംഗം, ആ കറുത്തൊരു ശിവലിംഗം, അതല്ലേ നമുക്കറിയും. പക്ഷെ ഒരു തവണ നിങ്ങൾ കൈലാസത്ത് പോയി കഴിഞ്ഞാൽ ശിവലിംഗം നിങ്ങളുടെ കണ്ണിൽ വരില്ല, ആ കൈലാസ പർവ്വതം വരിക. അതൊരു ഭയങ്കര ഒരു എനിക്കിപ്പോൾ ഞാൻ കണ്ണടച്ചാൽ ഇപ്പോൾ 19 ലിംഗം ഉണ്ടല്ലോ, കാശി മറ്റേ എന്നൊക്കെ പറയുമ്പോൾ 12 ലിംഗം ഉണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. അത് നമ്മൾ ഓരോന്ന് പറയുമ്പോഴേ ഞാൻ അവിടെ എത്താറുണ്ട്. ഓംകാരേശ്വർ പറയുമ്പോൾ അവിടെ എത്തും. ഇവിടെ എന്താ പറയുക, ഗുജറാത്തിൽ സോംനാഥ്, പിന്നെ കാശിയിൽ വിശ്വനാഥ്, പിന്നെ അങ്ങനെയുള്ള ആ 12 ഭോലേനാഥിൻ്റെ രൂപങ്ങളുണ്ട്. അവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഞാൻ നേരിട്ടെത്തും. ഞാൻ എല്ലാവിടെയും എൻ്റെ ഫിനിഷായി. എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ മാം ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പൊ നമുക്കിപ്പോ പറഞ്ഞല്ലോ ഗവൺമെന്റ് ത്രൂവും പോവാം, പ്രൈവറ്റും പോവാം. അതിന്റെ ഒരു ഡീറ്റെയിൽസ്, അതായത് ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ജനുവരി ഫെബ്രുവരി ആയിട്ട് അവർ പേപ്പറിൽ കൊടുക്കും അഡ്വർടൈസ്മെന്റ്, ഗവൺമെന്റ്. ആൻഡ് അതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ നറുക്കെടുപ്പാണ് അവിടെ. ആ നറുക്കെടുപ്പിൽ നമ്മളുടെ പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ അവർ നമ്മളെ വിളിക്കും. അതിനെന്തോ ഒരു ഫീസ് കൊടുക്കണം. അത് ഇപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ട് പോയിട്ടില്ലല്ലോ അതിൽ. അപ്പോൾ അത് കാരണം അത് ഫീസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും. വിളിച്ചിട്ടാണ് പിന്നെയാണ് നമ്മൾ ആ നറുക്കെടുക്കുന്നതിൽ എടുത്തു കഴിഞ്ഞാണ് മെഡിക്കൽ എടുക്കുക. മെഡിക്കൽ അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളുടെ ആ അടച്ച പൈസ നമ്മളുടെ ലോസ് ആവും. മെഡിക്കലിൽ ഫെയിലായി കഴിഞ്ഞാൽ അവർ അയക്കില്ല. അവർക്കൊരു പേടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട്, പക്ഷേ അതൊക്കെ അതും അവരുടെ തെറ്റിദ്ധാരണയാണ്. ആവണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലും ആവാം, അവിടെ പോയിട്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ഞാൻ പലതവണ ഈ ആർഗ്യുമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുഞ്ചി പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ITBP ഒരു മെഡിക്കൽ എടുക്കും. അതിൽ ഞാൻ ആദ്യം തന്നെ പറയും, അച്ചാർ കഴിക്കരുത്, പപ്പടം കഴിക്കരുത്, കാരണം നെക്സ്റ്റ് ഡേ BP അത് ഹൈ ആയാലോ. എന്നാലും ഈ BP പ്രോബ്ലം ഉള്ളവർക്ക് BP ഹൈയേ കാണൂ. അപ്പോൾ ആ ഡോക്ടേഴ്സ് പറയും പോകരുതെന്ന്. അപ്പോൾ ഞാൻ പറയും മരിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിലല്ല, അത് ഭഗവാന്റെ കയ്യിലാണ്. അവിടെ പോയിട്ട് മരിച്ചോളണമെന്നില്ല, അവിടെ പോയിട്ട് തിരിച്ചു വരാനും പറ്റും. മരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾക്ക് എഴുതിയിട്ടുണ്ട്, അതാരും അതെവിടെയായാലും പോകണം. വീട്ടിലിരുന്നിട്ടായാലും പോകും. അത് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർ പറയും ഞാൻ ഭ്രാന്തിയാണെന്ന് പറയും. ഏതോ പാകല്ലേ, അങ്ങനെയാണ്. പിന്നെ ഇന്ത്യൻ ടൂറിൽ മെഡിക്കൽ, മറ്റേ പ്രൈവറ്റ് ടൂറിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ടൂറിസ്റ്റിന് ഉണ്ട്, ഇപ്പോൾ കുറേ ഉണ്ട്. പണ്ടൊക്കെ ലിമിറ്റഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 90 പ്രൈവറ്റ് ടൂറിസ്റ്റ്. ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ എത്ര ഉണ്ട്? ഇന്ത്യയിലുണ്ട്.
പിന്നെ നമ്മുടെ ഒരു സ്വാമിയില്ലേ എന്താ പറയുക, കോയമ്പത്തൂർ, റിച്ചല്ല, അരെ എന്താ ശിവജിയുടെ മൂർത്തിയുള്ള ഒരു സദ്ഗുരു, അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവർ ചാർജ് നന്നായിട്ട് എടുക്കേണ്ടത് കേട്ടു. നല്ല നല്ല ട്രിപ്പാണ് അതൊക്കെ കേട്ടു. സദ്ഗുരു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എത്രയാ, ഹൈദരാബാദിലുണ്ട്, ഗുജറാത്തിലുണ്ട് ഏജൻസി. പക്ഷെ അവർക്കൊക്കെ ഒരു ഏജൻസി നമ്മൾ നേപ്പാളിൽ നിന്ന് അവിടുത്തെ ആൾക്കാർ വേണം, ഷെയർപാസിൻ്റെ ഹെൽപ്പ് വേണം. അല്ലാണ്ട് നമ്മൾക്ക് ഇന്ത്യൻസിന് ഒന്നും ചെയ്യാൻ കൂട്ടി കഴിയില്ല. ഇത്രയുള്ള അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. പ്രൈവറ്റിൽ പോകാനാണ് ഇപ്പോൾ ആൾക്കാർ അധികം ശ്രമിക്കുന്നത്. കാരണം മെഡിക്കൽ വേണ്ട, അതുപോലെ എനിക്ക് തോന്നുന്നു ഈസിയാന്ന് തോന്നുന്നു. ഈസി. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ ഇന്ത്യൻ ടൂറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മാസം നടക്കേണ്ടതാണേ. ഫുൾ 15 ദിവസം 12 ദിവസം പോവാൻ, അതും എന്തോ ബുദ്ധിമുട്ടുള്ള മല. അത് കയറി ഇറങ്ങണം. പിന്നെ രാവിലെ 4 മണിക്ക് നടക്കാൻ തുടങ്ങിയ രാത്രിയൊക്കെ ചില സമയത്ത് എത്തുക. അതിൽ നമ്മളുടെ 1999 ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. പ്രതിമ ബേദി പറഞ്ഞിട്ടൊരു ഡാൻസുകാരി, കബീർ ബേദിയുടെ വൈഫ്. ആ ഗ്രൂപ്പ് പോയത് മല വീണിട്ട് ആ ഗ്രൂപ്പെല്ലാം ആ ഹട്ടിൽ മരിച്ചു. 60 ഞങ്ങളുടെ യാത്രികൾ, 60 യാത്രികളുടെ പിട്ടു, ആ പോട്ടേഴ്സ് പോലുള്ള, പിന്നെ അവരുടെ ഗോഡ, അവരുടെ എല്ലാം പോയി, അതിലൊക്കെ പോയി, ഫുൾ ആൾക്കാർ പോയി. അതിൻ്റെ ശേഷം ഞങ്ങൾ പോയത് 2000 പോയത് ഞങ്ങൾ ആ മലയുടെ മുകളിൽ കൂടെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറയണേ, മഴയിൽ മണ്ണിടിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് സ്വർണ്ണവള, ചെയിന് ഒക്കെ കിട്ടി ആ ആൾക്കാരുടെ. പ്രതിമ ബേദി എന്ന് പറയും. അതേ ഗ്രൂപ്പിൽ എനിക്ക് പോകണമായിരുന്നു. അതിൽ അമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈസൻസ് ഓഫീസറായിരുന്നു. അവരെ എൻ്റെ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ലൈസൻസ് ഓഫീസർ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ലക്ഷ്മി നിനക്ക് അതിൽ പോകണം, എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ട്, അപ്പോൾ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം പോകുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ ഒപ്പം ഞാൻ പോകാൻ പറ്റൂ, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ആ അമ്പിയെ ഓഫീസിൽ വിളിച്ച് എല്ലാ ട്രെയിനിങ്ങും കൊടുത്തു. എന്താ ചെയ്യേണ്ടത്, ലൈസൻസ് ഓഫീസറുടെ ജോലി എന്താണ്, ചൈനയിൽ പോയാൽ എന്താണ്, ഇവിടെ എന്താണ്, പിന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഡ്രസ്സപ്പ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു. എവിടെയാണ് നമ്മൾ ഫുൾ ഡ്രസ്സ് ഇടേണ്ടത്, എവിടെയാണ് ഇല്ല വേണ്ടാത്ത, പിന്നെ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ ആര് വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിക്കണം. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ 4 മണിക്ക് എണീച്ച് ഇറങ്ങണം, ചില സമയത്ത് നമ്മൾ 10 മണിക്ക് പോയാൽ മതി, കുറച്ച് ദൂരയിൽ വെച്ച് 10 മണിക്ക് അങ്ങനെ പോയാൽ മതി. അതൊക്കെ എല്ലാം ട്രെയിൻഡാക്കി. അപ്പോൾ അതിൽ പറഞ്ഞു, എനിക്ക് ശരിക്കും ഇപ്പം ഞാൻ കൈലാസത്ത് പോയി വന്ന പോലെ തോന്നുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞു. അവർ പോയി കേട്ടോ. അവർ പോയി. ഞാൻ തിരിച്ചു വന്ന് 4ാമത്തെ ദിവസം ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയാവുന്ന സമയത്ത് എൻ്റെ ആ ലൈസൻസ് ഓഫീസറുടെ ഫോൺ വന്നു, കരഞ്ഞും കൊണ്ട്. ഞാൻ വിളിച്ചു, ചന്ദർ എന്താ ചിരിക്കുകയാണോ കരയുകയാണോ ചോദിച്ചു. രാജ് തും ടി വി ഖോലോ, ടി വി തുറക്ക. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യണം, ഓഫീസിൽ പോകാനാ. ടി വി തുറക്കാം. ടി വി തുറന്നപ്പോൾ അതിൽ ന്യൂസ് വരുന്നു, അവിടെ ആ സ്ഥലത്ത് മാൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് മല വീണിട്ട്, ആ ഹട്ടിൻ്റെ മുകളിൽ മല വീണിട്ട് എല്ലാവരും പോയി, ആരും അതിൽ ഇപ്പം ജീവിച്ചിരിക്കണില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ ഇതാണ് പറയണത്, എൻ്റെ പറയൽ കേട്ട് നീ പോയതാണെങ്കിൽ നീയും പോയേനെ. ഞാൻ പറഞ്ഞു, എൻ്റെ സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സമയമായിട്ടില്ല. അവരുടെ സമയമായിരുന്നു. അതിൻ്റെ 4 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ കടന്നു വന്നതാണ്, നൈറ്റ് സ്റ്റേ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഒക്കെ സമയം എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല ഇത് ഉണ്ടായിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.